ഉടമ്പടി എപ്പോഴും നമ്മളെ എളിമയാക്കും. അതുകൊണ്ടാണ് കർത്താവ് ഉടമ്പടി ചെയ്യണ മുമ്പ് കച്ചയെടുത്ത് ചുറ്റിയത്. ഉടമ്പടി ചെയ്യുന്ന മുമ്പ് കർത്താവ് കച്ചയെടുത്ത് ചുറ്റി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പരസ്പരം പാദങ്ങൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തറവാടിത്വം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ വില, ഈ ഭൂമുഖത്തു നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ സംഭവങ്ങളുടെയും വസ്ത്രം അഴിച്ചു വെക്കണം. കർത്താവ് മേലങ്കി അഴിച്ചു വെച്ചു. അല്ല ഞാൻ സാറാണ്, ഞാൻ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് പത്രം കൊടുക്കാൻ പറ്റത്തില്ല എന്നും പറയരുത്. കാര്യം അങ്ങനെയുള്ള എല്ലാം അഴിച്ചു വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഉടമ്പടി ചെയ്താൽ ഉടമ്പടി പാലിക്കണം. ഉടമ്പടി പാലിച്ചില്ലെങ്കിൽ കർത്താവ് ഇറങ്ങിപ്പോരും. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ നിബന്ധനകളാണ് നമ്മൾ അവകാശികളാക്കുന്നത്. ജോഷുവ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ആയിങ്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കാര്യം അണ്ടർ എസ്റ്റിമേഷൻ വന്നു. ആയും പട്ടണം നോക്കാൻ പോയവർ തിരിച്ചു വന്നിട്ട് തെറ്റായ ഇൻഫർമേഷനാണ് ജോഷുവയ്ക്ക് കൊടുത്തത്. നമ്മളെല്ലാം കൂടി കെട്ടിയിറങ്ങി അങ്ങോട്ട് പോകേണ്ട ഒരു കഥയുമില്ല. ഒരു 3000 പേരെ അവിടെ ഉള്ളൂ. 3000 പേരെ നമ്മളും വിട്ട് കഴിഞ്ഞാൽ ആ പട്ടണം നമ്മൾക്ക് അധീനമാകും. പക്ഷേ ഇവർ 3000 പേരെ വിട്ടു. ആയങ്കാർ ഇവരെ കൊന്നുകളഞ്ഞു. അതോടുകൂടി ജോഷുവ വസ്ത്രം കീറി കർത്താവിനോട് ചോദിച്ചു, എന്താണ് ഞങ്ങൾ വാഗ്ദാന പേടകം ഉണ്ടായിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് ചോദിച്ചു. വാഗ്ദാന പേടകം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടും ഞങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെന്ന് ജോഷുവ ചോദിക്കുമ്പോൾ കർത്താവ് പറയണ ഒരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളെ വിട്ടുപോയെന്ന്. എന്തുകൊണ്ട് വിട്ടുപോയി? നീ ഉടമ്പടി നിബന്ധന പാലിച്ചില്ല. ഉടമ്പടി നിബന്ധനയ്ക്ക് നിഷിദ്ധമായ വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ എന്നാ ചെയ്തത്? ഉടമ്പടി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ജോഷുവ 1 by 1 ആയിട്ട് ആൾക്കാരെ വിളിച്ചു. അവസാനം ആഖോൻ വന്നു. ആഖോൻ പറഞ്ഞു, കർത്താവിൻ്റെ ജനത്തിനുമെതിരെ നീ ഉടമ്പടി തെറ്റിച്ചിരിക്കുന്നു. എന്താണ് നീ ചെയ്തതെന്ന് പറയുക. അപ്പോൾ ആഖോൻ പറഞ്ഞു, ജെറിക്കോ പട്ടണം ഞങ്ങൾ വളഞ്ഞപ്പോൾ ഷീനാറിൽ വെച്ച് എനിക്കൊരു മേലങ്കി കിട്ടി. അത് ഞാൻ ഒളിച്ചു കൊണ്ടുവന്ന് കൂടാരത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദുഷ്ട, നീ കർത്താവിന് ജനത്തെ കൊലക്ക് കൊടുത്തില്ലേ? കൂടാരത്തിൽ ചെന്ന് നോക്കിയപ്പോൾ മേലങ്കി മാത്രമല്ല, 200 ഷെക്കൽ വെള്ളി, 50 ഷെക്കൽ സ്വർണം കട്ടെടുത്തതാ. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുക. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വ്യർത്ഥമാകും. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വ്യർത്ഥമാവും. കട്ട മുതൽ, നീ അധ്വാനിക്കാത്ത മുതൽ, തന്തത് ഒപ്പിച്ചെടുത്ത മുതൽ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ കർത്താവിനെതിരെ തെറ്റുകാരനാകുമ്പോൾ ജോഷുവ 7:12 സംഭവിക്കും. ജോഷുവ 7:12 കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോകും. ഉടമ്പടിയുടെ വാഗ്ദാനമെന്ന് പറയണത് ഉടമ്പടി നിന്നെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നു. സ്വന്തമാക്കപ്പെട്ടവന് അവകാശമുണ്ട്. അവകാശമെന്ന് പറയണത് എല്ലാത്തിനേക്കുളുപരി കർത്താവിൻ്റെ സാന്നിധ്യമാണ്. നീ ഉടമ്പടി ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ശ്രദ്ധിച്ച് നോക്കിക്കേ, 7 വ്യക്തികളാണ് അമ്മയെ അവിടെ വീട്ടിൽ കണ്ടുവെന്നും പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നൽകിയിരിക്കണത്. മറ്റുള്ളൊരു വ്യക്തികൾ വീട്ടിൽ കണ്ടില്ല എന്നല്ല അർത്ഥം. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ വാഗ്ദാനപ്രകാരം നമ്മുടെ അവകാശമാണ് അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ അമ്മയുടെ കുറേ ആൾക്കാർക്ക് ആ സാന്നിധ്യം ദൃശ്യമാകുന്നു. ദൃശ്യമാകാത്തുള്ള കൂടെയും അമ്മയുടെ സാന്നിധ്യം അതായത് കണ്ടിപ്പായിട്ടുണ്ട്. ദൃശ്യമാകുന്നില്ല എന്നുണ്ടെങ്കിലും കൃത്യമായിട്ടും കണിശമായിട്ടും അമ്മ സാന്നിധ്യമുണ്ട്. എന്താണ്
ഐ വിൽ കം വിത്ത് യു എന്നുള്ളത് ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നുള്ളത്. വന്നത് കൊണ്ടല്ലേ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനോ ചിന്തിക്കാനോ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു മാറുന്നതും സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് അവന് ബുദ്ധിക്ക് ശേഷിക്ക് ശേമുഷിക്ക് ഒന്നും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യൻ നേടുന്നത്. ആ സർട്ടിഫിക്കറ്റിൻ്റെ ചരിത്രം നോക്കിയേ. ആ സർട്ടിഫിക്കറ്റ് മിസ്സായെന്ന് പറഞ്ഞില്ലേ? അവർ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ട് അപേക്ഷിക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ ആ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹോൾഡുള്ള ഒരു വ്യക്തിയെ അമ്മ കണ്ടുപിടിച്ച് തൂക്കിക്കൊണ്ടുവന്ന് അവിടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. എന്താണ് നിങ്ങൾ അന്വേഷിക്കണം ചോദിക്കും. അപ്പം ഞാൻ സർട്ടിഫിക്കറ്റ് വന്നതാണ്. എന്ത് പറ്റി? ഡ്യൂപ്ലിക്കേറ്റ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഒരു വെയിറ്റ് എന്ന് പറയും. അവർ നേരെ വിളിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആളുണ്ടാകുന്നു, അവരെടുക്കുന്നു, അവർ നോക്കുന്നു, അത് കണ്ടുപിടിക്കുന്നു, തിരിച്ചു പറയുന്നു. എല്ലാം സെക്കൻഡുകൾക്കുള്ള നടക്കുന്നത്. ഇതൊന്നും നമുക്ക് നടക്കുന്നതല്ല. ഐ വിൽ കം വിത്ത് യു, ഞാൻ നിന്റെ കൂടെ വരും. സർട്ടിഫിക്കറ്റ്, ജോലിയെങ്കിൽ ജോലി, ഓഫീസെങ്കിൽ ഓഫീസ്, ജയിലെങ്കിൽ ജയില്, സ്റ്റേഷനെങ്കിൽ സ്റ്റേഷൻ. ഐ വിൽ കം വിത്ത് യു. ദൈവ പൈതലെ, ഞാനും നീ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ അവകാശികളാകുന്നെങ്കിൽ, അവകാശമാകാൻ കാരണം നമ്മൾ ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നതാണ്. സ്വന്തമാക്കുന്നത് നിബന്ധന വഴിയാണ്. ആ നിബന്ധനകൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവത്തിന് സ്വന്തമാകാതെ മാറുന്നത് കൊണ്ടാണ് ജോഷുവ 7:12 പറഞ്ഞത്, ഞാൻ നിന്നെ വിട്ടുപോരുമെന്ന്. സ്തുതികളെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഉടമ്പടി ചെയ്ത മക്കളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ, അത്ഭുതങ്ങളോടെ യാളങ്ങളാരും സ്ഥിരീകരിക്കുന്നു, നിന്റെ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുന്ന ദൈവമേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ശക്തിയോടെ സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ്മ, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ ആദ്യമായിട്ട് അമ്മ മാതാവിൻ്റെ തിരുസന്നിധി സാക്ഷ്യം പറഞ്ഞത്. അതെൻ്റെ ഒരു ജോലിയുടെ സംബന്ധമായിട്ടും എക്സാമിൻ്റെ സാക്ഷ്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലോട്ട് ജോലി ചെയ്യാൻ പോയി. അവിടെ ആയിരുന്നപ്പം പോലും അവിടെ ഒരു അമ്മ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. ആ രൂപത്തിൻ്റെ അടിയിൽ കൃപാസന അമ്മയുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവ് ഞാൻ പോകുന്നിടത്തല്ല എൻ്റെ കൂടെ ഉണ്ടെന്ന്. അവിടെ എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തന്നെ ആവേണ്ടി വന്നു. പക്ഷേ അവിടെ ആയിരുന്നപ്പം പോലും എൻ്റെ അമ്മ മാതാവ് ഈശോ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ അവിടെ ആയിരുന്നപ്പം എൻ്റെ 7 മാസം ഞാൻ അവിടെ തന്നെ ഡൽഹിയിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവ് ഈശോനെ അതുപോലെ എന്നെ സംരക്ഷിച്ചു. യാതൊരു ആപത്തും കൂടാതെ എന്നെ അവിടെ കാതു പാലിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു, സൗദിയിലോട്ട്. അപ്പം എനിക്ക് സൗദിയിലോട്ട് നോക്കുമ്പോൾ ആദ്യമേ ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച സമയത്ത് അങ്ങ് പൈസയൊന്നും ആവുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ഈ ഉടമ്പടിയുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടും ഇതിൻ്റെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് OET എഴുതണമെങ്കിൽ ഞാൻ പൈസ തരാം, അങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ OET എഴുതുന്നില്ല, എനിക്ക് സൗദിയുടെ പ്രോമെട്രിക്കിൻ്റെ ഇത് നോക്കാനായിട്ട് എനിക്ക് ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പൈസ ഒന്ന് തരാൻ പറ്റുമോ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോൾ തന്നെ അവൾ എനിക്ക് പൈസ തന്നു. അങ്ങനെ ഞാൻ എന്നാണോ എനിക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് പൈസ കൊടുക്കാനായിട്ടിരുന്നു അന്ന് തന്നെ എനിക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് കൊടുക്കാനും പറ്റി. അത് കഴിഞ്ഞ് തടസ്സങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് കിട്ടാനും. പക്ഷേ പല തടസ്സങ്ങളിൽ കൂടെ പോയാലും എൻ്റെ ലാസ്റ്റ് അതെനിക്ക് റെഡിയാക്കി അമ്മ മാതാവ് തരാറുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ എലിജിബിലിറ്റിയും HRDയും എല്ലാം കൊടുത്തപ്പം പോലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇതിന് HRD കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഏജൻസിക്ക് കൊടുത്തിട്ടൊന്നും നമ്മൾ ഏജൻസിക്കാർ പല സമയത്ത് റിപ്ലൈ തരുന്നില്ല. അപ്പം നമ്മൾ ഡൽഹിയിലായിരുന്നോട് ഞാൻ തന്നെ ആയിരുന്നോട് എനിക്ക് നല്ല പേടിയായിരുന്നു, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിഗ്രി ഇതെല്ലാം പോവോ. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഡെയിലി ബ്രെഡൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഒരു ഡെയിലി റുട്ടീൻ പോലെ ആയിരുന്നു ഞാൻ പോകുന്നിടത്ത്. സമയത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇച്ചിരി താമസിച്ചാണെങ്കിലും എനിക്കിതെല്ലാം റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് നോക്കുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അധികം വൈകാതെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതും സെലക്ഷനായി. അത് കഴിഞ്ഞ് എനിക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എക്സാം പാസ്സായാലേ നടക്കത്തുള്ളൂ. അപ്പം ഞാൻ ഡൽഹിയിലായിരുന്നതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അവിടെ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാട്ടിലോട്ട് പോന്നു. അപ്പം ഒരു വർഷത്തെ ഗ്യാപ്പ് ആ സമയത്ത് തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ അമ്മാതാവിനെ ഈശോയും കൂടെ വിളിച്ചുകൊണ്ട് തന്നെ നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നിട്ട് 1 മാസമേ ഞാൻ ആ എക്സാമിന് പ്രോമെട്രിക്ക് എഴുതാനായിട്ട് ഞാൻ പഠിച്ചുള്ളൂ. അതും ഞാൻ മൊത്തത്തോടെ ഒന്നും പഠിച്ചൊന്നുമില്ല. ഇനി ഇഷ്ടം പോലെ പഠിക്കാനും ഉണ്ടായിരുന്നു. ഞാനൊരു ഡേറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. എന്ത് കണ്ടിട്ടാണ് ഡേറ്റ് എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ 1 മാസമേ എനിക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. എക്സാമിന് പ്രാർത്ഥിച്ച് പോയി. എക്സാമിന് തലേദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് ഡേറ്റ് എടുത്തത്. അപ്പം ഞാൻ തന്നെയാണ് പോയത്. അവിടെ ചെന്നപ്പം ഞാൻ അവിടെ ചെല്ലുന്നതിന് മുന്നേ ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് അമ്മമാതാവിൻ്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ എനിക്ക് കാണിച്ചു തരണമെന്ന്. ഞാൻ പോയി. അവിടെ എൻ്റെ ആൻറ്റി എന്നെ അവിടെ കൊണ്ട് വിട്ടത്. അത് ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിൽ തലേദിവസം ചെന്ന് താമസിച്ച് അവിടെ ഏതോ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. എൻ്റെ അപ്പുറത്തെ ബെഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് ഉടമ്പടി പുസ്തകവും ഇതെല്ലാം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അത് കഴിയുമ്പോഴത്തേനും എൻ്റെ കാശുരൂപ എൻ്റെ കൊന്തയിൽ കിടക്കുന്നതൊക്കെ ആ മോള് കണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് ആ കൊച്ചെന്നെ ഇങ്ങോട്ട് നോക്കിയിട്ട് അവളുടെ കയ്യിലുള്ള ഉടമ്പടി പുസ്തകവും കാശുരൂപം എനിക്ക് ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു തന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മമാതാവ് എൻ്റെ കൂടെ ഞാൻ പോകാത്ത സ്ഥലത്താണെങ്കിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ എക്സാമിന് പോയി. ഒരു തടസ്സവും കൂടാതെ എന്നെ എക്സാം സെൻറ്ററിൽ എത്തിച്ചു. എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്താണ് ട്രിവാൻഡ്രം. ഞാൻ ഇതുവരെ ട്രിവാൻഡ്രത്ത് പോയിട്ടുമില്ല. പക്ഷേ യാതൊരു തടസ്സവും അവിടെ ഉണ്ടായിരുന്നില്ല. എക്സാം സെൻറ്ററിലോട്ട് കയറുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ഉടമ്പടി ഉപ്പും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അകത്തോട്ട് കയറി. അവർ ഉടമ്പടി ഉപ്പ് അകത്തോട്ട് കയറ്റത്തില്ലായിരുന്നു. അപ്പം ഞാനത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അകത്തോട്ട് കയറി. അവർ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കൊണ്ട് നമുക്ക് കാശുരൂപം പോലും കൈ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ അത് കാശുരൂപം ഞാൻ കൊന്തയിൽ ഇട്ടിട്ടാണ് അകത്ത് കയറിയത്. എന്നിട്ട് ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് എക്സാം തുടങ്ങി. അപ്പോഴും ഞാൻ അമ്മമാതാവിനോട് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എനിക്കിതൊന്നും അറിയത്തില്ല, ആൻസർ എനിക്കറിയത്തില്ല, അമ്മമാതാവിനറിയാം, എനിക്കിത് ജയിക്കാനുള്ള മാർക്ക് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം ഇനി എൻ്റെ പൈസയോ ഒന്നുമില്ല.
ഇനി എനിക്ക് എക്സാം എഴുതാനായിട്ട് ഇങ്ങോട്ട് എന്നെ കയറ്റല്ലെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അത് കഴിഞ്ഞ് എക്സാം എഴുതി ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുമ്പോഴോടും എനിക്കറിയത്തില്ല, കാരണം എല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്കിതിന് ആൻസർ പല ഓപ്ഷൻ കാണുമ്പോൾ ഇതാണോ ശരി അതാണോ ശരി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. പിന്നെ ഞാൻ തന്നെ അമ്മാതാൻ്റെ കാശുരൂപം ആ എല്ലാ മൊത്തം ക്വസ്റ്റ്യൻ്റെയും സമയത്തും എൻ്റെ ഒരു കയ്യിൽ കാശുരൂപം എൻ്റെ പിടിച്ചാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങി ലിഫ്റ്റിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പം ഒരു ചേച്ചി ഖത്തറിൻ്റെ എക്സാം കഴിഞ്ഞ് പാസ്സായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കോട്ടയത്തോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊരാൾ, ഞാൻ തന്നെ വരാനായിട്ടായിരുന്നു ഇരുന്നിരുന്നത്, പക്ഷേ എൻ്റെ അമ്മാതാൻ്റെ രൂപത്തിൽ ചേച്ചി മാതാവ് ആ ചേച്ചിയുടെ രൂപത്തിൽ വന്നാന്ന് എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, ഇങ്ങോട്ട് അടുത്ത് വന്ന്. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ചേച്ചി എൻ്റെ ഈ കാശുരൂപം കണ്ടിട്ട് എന്നോട് ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കി. എന്നിട്ട് ആ ചേച്ചിയുടെ കരുത്തിൽ കൊന്തയിലും കാശുരൂപം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മാതാവ് തന്നെയാണ് എൻ്റെ കൂടെ. ഞാൻ എവിടെ പോയാലും എവിടെ പോയാലും എൻ്റെ മാതാവിൻ്റെ സംരക്ഷണം എന്നെ എപ്പോഴും എന്നെ കാത്തു പാലിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ടിന് ഓരോ ദിവസം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് റിസൾട്ട് വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിന്ന് ഒരു 14ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചുമ്മാ തോന്നി ഒരു നന്മ നടന്ന 1000 മണി ജപമാല ഒന്ന് ചെല്ലാവും, നന്മ നടന്ന മറിയുമ്പോൾ ഒന്ന് ചെല്ലാവുമെന്ന് എനിക്കെന്തോ തോന്നി. ഞാൻ പ്രാർത്ഥിച്ച്, അതിൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിച്ച് ഈ ജപമാല തീരുന്നതിന് മുന്നെങ്കിലും എൻ്റെ റിസൾട്ട് ഒന്ന് വരണമെന്ന് ഞാൻ ജസ്റ്റ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. ഒരു 980ാമത്തെ നന്മ നടന്ന മറിയം ആയപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയെന്ന് പറഞ്ഞ്. ആ സമയത്ത് എന്തോ അപ്പോൾ ഉണ്ടായെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഒരുപാട് എന്തോ ഒരു ദൈവസാന്നിധ്യം എനിക്ക് ഞാൻ ഇരുന്ന റൂമിൽ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബാക്കിയുള്ള നന്മ നടന്ന മറിയമേയും പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലി ബൈബിൾ എടുത്ത് ബൈബിൾ വായിച്ച്, അത് ബൈബിൾ വായിച്ചപ്പോഴെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ റിസൾട്ട് ഉടമ്പടി തൈലമൊക്കെ വെച്ച് ഫോണിൽ വെച്ച് പ്രാർത്ഥിച്ച് തേച്ച് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് 518 മാർക്ക്, 500 മാർക്കായിരുന്നു പാസ് മാർക്ക് വേണ്ടിയിരുന്നത്. എനിക്ക് 518. അതെനിക്ക് ഉറപ്പാണ് അതെൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ഇതുകൊണ്ടോ എനിക്ക് കിട്ടിയതല്ല. അത് അച്ഛനൊക്കെ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതിൽ തന്നെ എനിക്ക് കിട്ടിയതാണ്. കാരണം എൻ്റെ കഴിവോട് അത് കിട്ടത്തില്ല. ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന അത്ര ഞാൻ ആ മാസം മൊത്തം ഇരുന്ന് പഠിക്കുകയൊന്നും അല്ലായിരുന്നു. പ്രാർത്ഥിച്ച് എൻ്റെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ മാതാവ് ഈശോയും കാണുന്നുണ്ട്. അപ്പം എൻ്റെ ഇനിയും ഒന്നാമത് എൻ്റെ കയ്യിൽ ഇത്ര ഒരു വർഷത്തെ ഗ്യാപ്പ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എനിക്കിനിയും തരാനായിട്ട് പൈസ ആരും തരാനുമില്ല. ഇപ്പം ഇതെല്ലാം നമ്മുടെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാവ് ഈശോയും, ഞാൻ ഓഗസ്റ്റ് 1 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഓഗസ്റ്റ് 8 എക്സാമിന് ഞാൻ പോയത്. ഓഗസ്റ്റ് 8 വന്നപ്പം പോലും ഞാൻ അമ്മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ ഇനിയും വരുന്നത് എൻ്റെ വിസയും എൻ്റെ ടിക്കറ്റും കൊണ്ടേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങോട്ട് പോയത്. അതുപോലെ തന്നെ എൻ്റെ എക്സാം റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് മെഡിക്കൽ രജിസ്ട്രേഷനും മെഡിക്കലിനും എല്ലാം മെഡിക്കലിന് പോയപ്പം പോലും പല തടസ്സമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കിട്ടാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് മെഡിക്കൽ ചെയ്തതിൽ അവിടെ 2 പേർക്കോ 3 പേർക്കോ ആണ്ടേ മെഡിക്കൽ പാസ്സായുള്ളൂ. അപ്പോൾ എനിക്കും അതുപോലെ ടെൻഷനായി. ഇനി പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇനി അങ്ങനെ മെഡിക്കൽ ഫിറ്റ് ആവാതെ ഇരിക്കുമോ അങ്ങനെയൊക്കെ ഒത്തിരി പേടിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരുന്നവരും കൂടെ പറഞ്ഞു ഇവിടെ മെഡിക്കൽ ഫിറ്റാൻ ഭയങ്കര പാടാണ്. നമുക്ക് പിന്നെയും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മെഡിക്കലിന് ഇതെല്ലാം ടെസ്റ്റിനൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും റിസൾട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. 2:30 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു റിസൾട്ട് വന്നു. ഞാൻ അകത്ത് കയറി. അപ്പോഴും ഒരുപാട് ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആറായപ്പോഴത്തേക്കും എന്നെ വിളിച്ച് മെഡിക്കൽ ഫിറ്റായെന്ന് പറഞ്ഞു. എത്ര നന്ദി മാതാവിനും ഈശോയോടും പറഞ്ഞെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. കാരണം എനിക്ക് ഇനി ഒരു മെഡിക്കൽ എടുക്കാനോ ഒന്നും എൻ്റെ കയ്യിൽ പൈസയില്ല. ഇനി മെഡിക്കൽ ഫിറ്റ് ആവാതിന് വേറെ എന്തെങ്കിലും സ്കാനിങ്ങോ അങ്ങനെയൊന്നും എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല.
പക്ഷേ എൻ്റെ അമ്മ മാതാവ് ഈശോയും എന്നെ മെഡിക്കലൊക്കെ എനിക്ക് ഫിറ്റാക്കി തന്ന് അത് കഴിഞ്ഞ് VFSും അതിൻ്റെ പല പ്രോസസ്സിങ്ങിലും എന്നെ തടസ്സമൊന്നും കൂടാതെ എന്നെ മാതാവ് കാത്തു. ഞാൻ ഉടമ്പടിയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ എലിജിബിലിറ്റിയിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനെങ്ങനെയോ എന്തോ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം എൻ്റെ എലിജിബിലിറ്റിയിൽ എന്തോ കോൺടാക്ട് നമ്പർ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു. അപ്പം അത് വേറെ ആർക്കും അത് മനസ്സിലായില്ല. എനിക്കെന്തോ അത് തോന്നി. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അപ്പോൾ അത് തെറ്റായിട്ട് ചെയ്തവരുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെയും പൈസ മുടക്കേണ്ടതൊക്കെ വന്നു. അത് ആ പൈസയൊക്കെ പലരുടെയും സഹായം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അതെല്ലാം അമ്മാതാവ് ഈശോയുടെ ഇടപെടലാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഈ സൗദിയിൽ ഇതിനായിട്ട് ഇറങ്ങിയപ്പം പോലും 1 രൂപ പോലും കൈ കാണാതെയാണ്. പിന്നെ അമ്മ മാതാവ് ഈശോ എൻ്റെ കൂടെ കാണും. ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ട് എനിക്ക് എന്നെ ഇതുവരെ എത്തിച്ചത് ദൈവമാണെങ്കിൽ ഇനി ഇപ്പോൾ സൗദിയുടെ ഇതുവരെ എനിക്ക് എൻ്റെ കൂടെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് സൗദിയിലോട്ട് പോകാനായിട്ട് ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് VFSും ബാക്കിയുള്ള വിസയ്ക്ക് വെച്ചപ്പോഴും എല്ലാം ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഓഗസ്റ്റ് 22-ന് എൻ്റെ റിസൾട്ട് വന്നത്. സെപ്റ്റംബർ ഈ 29 ആയപ്പം എൻ്റെ വിസയും വന്നു, എൻ്റെ ടിക്കറ്റും വന്നു. ഞാനിപ്പോൾ ഒക്ടോബർ 6-ന് ഞാൻ സൗദിയിലോട്ട് പോകും. അത് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് പോകാൻ പറ്റി. ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ അമ്മ പാസ്പോർട്ടും വിസയും എല്ലാം ആയിട്ട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പം നാളെ വൈകിട്ട് ഞാൻ ഇവിടുന്ന് പോകും. എല്ലാത്തിനും അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് എൻ്റെ കിട്ടുന്ന സാലറിക്കകത്തുനിന്ന് ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ടും അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം എനിക്കല്ലാതെ ഫുഡ് കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട്. പിന്നെ അവിടെ പിള്ളേരൊക്കെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ പോകുമ്പോഴൊക്കെ ഫുഡ് വേണമെന്നൊക്കെ ഫുഡ് വാങ്ങിച്ചു തരാമോ ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരും, വാങ്ങിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ച്. അപ്പം എൻ്റെ കയ്യിൽ ചിലപ്പം 50 രൂപയെല്ലാം കാണത്തുള്ളായിരിക്കും. പക്ഷേ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. കാരണം ഞാനും അതുപോലെയൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ആ ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനത്തിന് പത്രം പള്ളികളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ കൊടുക്കും. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പോലും എൻ്റെ പല പ്രതിസന്ധികളിലും ഈ കൊന്ത മാത്രമേ എനിക്ക് സഹായം ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോയാലും കൊന്തയിലും അതിപ്പം ആർക്കെന്ത് തോന്നിയാലും ഞാൻ നോക്കത്തില്ല. എനിക്ക് കൊന്ത ചെല്ലണമെന്നൊന്നുമില്ല. അതിപ്പോൾ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ കൊന്ത ചൊല്ലും. അതിപ്പോൾ എത്ര കൊന്ത ചെല്ലുന്നോ അതൊന്നും ഞാൻ ഓർക്കാറില്ല. കാരണം ഞാൻ മെഡിക്കലിനും എന്തൊരു കാര്യത്തിന് പോയാലും ഞാൻ ഈ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് എവിടെയും പൊക്കോണ്ടിരുന്നത്. അപ്പം അതിപ്പോൾ എനിക്ക് ട്രെയിനിലൊന്നും എനിക്ക് നിൽക്കാൻ പോലും എനിക്ക് സ്ഥലം കാണത്തില്ല. പക്ഷെ ഞാൻ ഈ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പല സ്ഥലത്തും പൊക്കോണ്ടിരുന്നത്. അപ്പം അവിടെ എല്ലാം എനിക്ക് അമ്മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ചില ഉടമ്പടിയിലെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ചില ഇടയ്ക്കൊക്കെ മുടക്കം വന്നെങ്കിൽ പോലും എൻ്റെ അമ്മാതാവ് ഈശോ എന്നെ കൈവിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനുള്ള തെളിവ് തന്നെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ വിസയും എൻ്റെ പാസ്പോർട്ടും. ഇനി മുന്നോട്ട് ഉടമ്പടി ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ എൻ്റെ ഈശോപ്പിനും കൃപാസന മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരുപാട് നാളായി സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് സാധിക്കാത്തത് എൻ്റെ മക്കൾ ഇവിടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് കിട്ടിയ സൗഖ്യങ്ങൾ പിന്നെ പറയാം. ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ രോഗസൗഖ്യവും പിന്നെ ഞാൻ രക്ഷപ്പെട്ട ഒരു 2 കാര്യങ്ങളുമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു അക്രൈസ്തവയാണ്. എൻ്റെ പേര് ശാലിനി. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവാണ്. പിന്നെ 2023 മെയ് 12-നാണ് ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 28-നാണ്. പിന്നെ അതിനുശേഷം എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും
ഒരുപാടുണ്ട് അനുഗ്രഹങ്ങൾ. എന്നാലും പൂർണ്ണമായില്ലെങ്കിലും എൻ്റെ അമ്മ മാതാവിനെ വിശ്വസിച്ച് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മരണം വരെ എനിക്ക് ഉടമ്പടി നിലനിൽക്കാൻ, എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും അമ്മ മാതാവും തരണമെന്നാണ്. ഒരിക്കൽ പോലും എനിക്കിവിടെ വരാതിരിക്കാൻ എനിക്ക് ഇനി ഈ എൻ്റെ ജന്മം കൊണ്ട് എനിക്ക് സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും അമ്മയെ ഈശോയെ അറിഞ്ഞ് ആഴത്തിൽ സ്നേഹിച്ച് ജീവിക്കുകയാണ്. ഈ വിശ്വാസത്തിൽ തന്നെ എന്നും എൻ്റെ മരണം വരെ എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. 2023 ഫെബ്രുവരി മാസം ഒരു ദിവസം ഞാനും എൻ്റെ ഭർത്താവും, ഞങ്ങൾക്ക് പുഴയുണ്ട്, ഞങ്ങളുടെ പുഴ തീരത്താണ് ഞങ്ങളുടെ വീട്. പുഴ കടന്ന് ഞങ്ങളുടെ ഒരു ഉത്സവത്തിൻ്റെ അതിലേക്കായിട്ട് ഞങ്ങൾ പോകുമ്പോൾ പുഴയുടെ അക്കരെ എത്തി തോണി എനിക്ക് പിടിച്ച് തന്ന് പിന്നെ ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. പിന്നെ ഭയങ്കര കറുപ്പായിട്ട് കാണും ആഴക്കൂടുതലുള്ളത് കൊണ്ട്. അവിടെ ഇറങ്ങാൻ നോക്കിയപ്പോൾ തോണി പിറകോട്ട് പോയി, ഞാൻ ബാക്കോട്ട് മറിഞ്ഞ് അങ്ങോട്ട് വീണ്. അത് ഉപ്പുവെള്ളം കയറുന്ന സമയമായിരുന്നു, കടൽ വെള്ളം കയറുന്ന സമയമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഏതൊരു നീന്താൻ അറിയുന്ന ആളും വെള്ളത്തിൽ വീണാൽ ആഴത്തിൽ മുങ്ങിപ്പോയി പിന്നെ പൊങ്ങുകയാണ് ചെയ്യുന്നത്. ഞാൻ അതില്ലാതെ എന്നെ അമ്മ മാതാവ് നീന്താൻ അറിയുന്ന ഒരാൾ മലർന്ന് കിടന്ന് നീന്തുന്നത് പോലെ എന്നെ അമ്മ മാതാവ് കൊണ്ടു. ഞാൻ ആഴത്തിലേക്ക് പോകുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്, കിടന്നിട്ടായാലും മുങ്ങിയില്ലെങ്കിലും ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ മുഖത്തോ വായലോ ഒന്നും ഒരു തുള്ളി പോലും ഉപ്പുവെള്ളമായതായി എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും എന്നെ കരുതി, ഞാൻ നീന്താൻ അറിയുന്ന ഒരാളെ പോലെയാണ് ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് ദൂരം അങ്ങോട്ട് ബാക്കോട്ട് പിന്നിട്ടത്. അത് കഴിഞ്ഞ് എന്നിട്ടും എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തത് മുതൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഭയങ്കര ടെൻഷനും പേടിയുമുള്ള ആളാണ്. എനിക്ക് ആ ധൈര്യം എൻ്റെ ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു. വെള്ളത്തിൽ വീണ് ഞാൻ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്കൊരു പേടിയില്ല. ഞാൻ തോണി പിടിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, ഒരു കുറച്ച് അകലത്തിൽ ഞാൻ ബാക്കോട്ട് പോയി. കുറച്ചകലത്തിൽ അങ്ങോട്ട് ബാക്കോട്ട് പോയി. ഞാൻ മുങ്ങിയില്ല. പിന്നെ എന്നെ ആരാ പിടിച്ച് കരക്കിട്ടതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. എൻ്റെ ഭർത്താവ് പറയും ഞാൻ പിടിച്ച് വലിച്ച് കരക്കിലേക്ക് ഇട്ടതാണെന്ന് പറഞ്ഞ്. എനിക്ക് നീന്താൻ തീരെ അറിയാത്ത ആളാണ്. എന്നിട്ടും എനിക്കിപ്പോഴും എപ്പോഴും ഞാൻ ആ കഥ ഓർക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ അമ്മ മാതാവ് മാത്രമാണ് എന്നെ തൊട്ടത്, എന്നെ അല്ലാതെ വേറെ ഒരാളും തൊട്ടിട്ടില്ല, അല്ലാതെ ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ളത് ആരോട് ചോദിച്ചാലും പറയും. ഏത് നീന്താൻ അറിയുന്ന ആൾക്കാരും ഒന്ന് ആഴത്തിൽ പോയതിന് ശേഷമേ പൊങ്ങി വരുമെന്നുള്ളത്. ഞാനിത് തീരെ മുങ്ങിയിട്ടില്ല. മുങ്ങിയില്ല എന്നുള്ളത് ശുദ്ധജലമാണെങ്കിൽ നമുക്കത് അറിയില്ല എന്ന് വിചാരിക്കുക. ഇത് ഉപ്പുവെള്ളം ആയതുകൊണ്ട് ആ ഉപ്പുവെള്ളം എങ്ങനെയായാലും വായയിലെത്തും എന്നുള്ളത് അറിയാം. അത് തീരെ ഉപ്പിൻ്റെ യാതൊരു ഇതും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിൽ നിന്നെല്ലാം എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. പിന്നെ അതിന് ശേഷം ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ പുഴയിലൂടെ തന്നെ, ഞങ്ങൾക്ക് കൂടുതലും പുഴയിൽ കൂടെയാണ് ഞങ്ങൾ മറുകരയിലേക്ക് ഞങ്ങൾക്ക് സ്വന്തക്കാരൊക്കെ ഉണ്ട്, അവിടേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഒരു ഉച്ച സമയം 2 മണി ആയിട്ടുണ്ട് വരുമ്പോൾ. ആ 2 മണിക്ക് സമയം വരുമ്പോൾ നല്ല കാറ്റും ഓളവും ഒക്കെ ഉണ്ടാവും. അത് സാധാരണ വരുമ്പം ഒരുവിധം നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഉണ്ടാവുക. അന്ന് ഭയങ്കരമായിട്ട് കടലോളം പോലെ ഓളം ഉയരത്തിലങ്ങ് പൊങ്ങിയിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും പേടിയായി. എൻ്റെ ഭർത്താവിന് മാത്രമേ നീന്താൻ അറിയൂ. എന്നാലും പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് തോണി ഇവിടെ കെട്ടിയിട്ട് നമുക്ക് നടന്ന് വേറെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. അത് ബുദ്ധിമുട്ടല്ലേ, പിന്നെ തോണി എടുക്കാൻ പിന്നെയും വരണ്ടേന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ഒരിക്കലും അതിൽ കൂടെ ഒരാളും ധൈര്യപ്പെട്ട് വരില്ല. എന്നാലും ഞങ്ങൾ ആ തോണിയിൽ കയറി. ഞാൻ തോണിയിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഈശോയെ വിളിച്ചിട്ട് ഞാൻ കടലിനെ ശാന്തമാക്കിയ ഈശോപ്പ, ഞങ്ങൾ മറുകര എത്തുന്നത് വരെ ഈ തിര ഇനി ഉണ്ടാവരുത്, ഈ ഓളം ഇനി ഉണ്ടാവരുത് എന്ന് ഞാൻ മനസ്സൊരുക്കി ഞാൻ മറുകര എത്തുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ കയറിയതേ നിമിഷം ആ ഉയർന്ന ഓളം എവിടെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അപ്പനും ഈശോ അമ്മ മാതാവ് എപ്പോഴും ഞാൻ വിളിക്കുന്ന എൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് കഴിയുന്നവരോട് മുഴുവൻ ഞാനത് പറയും. പിന്നെ ഇപ്പം ഇന്ന് എൻ്റെ കുടുംബത്തിലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയനും ഭാര്യയും ഇന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. അവരും ഉടമ്പടി എടുത്തതാണ്. പിന്നെ അതുപോലെ
എനിക്ക് ഒരു അസുഖം ഇപ്പം 2-3 മാസം മുന്നേ വയ്യാണ്ടായി. അത് കാലിന് കുറച്ച് നീര് വന്ന് അത് യാത്ര ചെയ്തതിൻ്റെ ഫലമായിട്ടാണെന്ന് വിചാരിച്ച് ഡോക്ടറെ കാണിച്ചു. അത് ഒരു കുറവും ഉണ്ടായില്ല. പല ടെസ്റ്റുകളും സ്കാനും എല്ലാം ചെയ്ത് ഒരു പ്രശ്നമില്ല, ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നാലും നീര് വണ്ണം വെച്ച് എനിക്ക് വീട്ടിലെ ജോലി തന്നെ എടുക്കാൻ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇപ്പം വീട്ടിൽ തൽക്കാലം. എന്നാലും ഒരു ചായ കുടിച്ച പാത്രം പോലും കഴുകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്ന് ക്ഷീണിച്ച് അങ്ങനെ 1-2 മാസത്തോളം അങ്ങനെ ക്ഷീണിച്ച് വല്ലാതെ കിടന്നു തുടങ്ങി. ആ സമയത്ത് ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വരേണ്ട സമയമായി. ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഒരു കുഴപ്പമില്ല, ടെൻഷൻ മാത്രമാണെന്ന് പറഞ്ഞ്. എനിക്കൊരു പ്രശ്നവും എനിക്കൊരു പേടിയും തോന്നിയില്ല. എനിക്ക് ഈ രോഗം കാല് വണ്ണം വെച്ച് വന്നതുകൊണ്ടോ ഒന്നുകൊണ്ട് എനിക്കൊരു ടെൻഷനും തോന്നിയില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ആയി നടക്കും. എന്നെ കാണുന്നവർക്ക് ഭയങ്കര പേടിയാണ്. ഇവളെങ്ങാനും ജീവ് പോകുമോ എന്നുള്ളത് വരെ എല്ലാവരും വിചാരിച്ചു പോയി. അത്രയ്ക്കും വയ്യാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ ആയ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞാൽ ഒരു ദിവസം ഡോക്ടറെ കാണിക്കാൻ പോകണം. അപ്പം നീ ഡോക്ടർ എന്താ സ്കാൻ ചെയ്ത് കാലിൻ്റെ സ്കാനും TMT ടെസ്റ്റും പലതും ചെയ്തു. പിന്നെ ഒന്നിലും ഒരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ നോക്കിയപ്പോൾ ഡോക്ടറെ അടുത്ത് പോകാൻ നിന്നപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി. ഞാൻ എൻ്റെ മുറിയിൽ മാതാവിൻ്റെ ഈശോൻ്റെ രൂപം വെച്ച് ഞാൻ ഒരു പൂജാമുറി തന്നെ ആക്കിയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥനയിലും ബൈബിൾ വായിക്കാനും കൊന്ത ചെല്ലാനും എല്ലാത്തിനും നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഇതിപ്പോൾ 8ാമത്തെ പുതുക്കലാണ് എൻ്റെത്. ഉടമ്പടി എടുത്തതാണ്. എനിക്ക് ഇനി അമ്മയുടെ അടുത്തേക്ക് വരാതെ എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഞാൻ ഇന്ന് ഉടമ്പടി എടുത്ത് പോയാൽ ഞാൻ ഇനി അടുത്ത 3 മാസം ഞാൻ ഇനി ഏതാ ഡേറ്റ് എന്നുള്ളത് ഞാൻ കലണ്ടറിൽ അടയാളം വെച്ചിരിക്കുന്ന ആളാണ്. അങ്ങനത്തെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവ് എനിക്ക് പിന്നെ ഈ കാലിൻ്റെ നീര് ഇത്രയും മാറ്റി തരാഞ്ഞാൽ എനിക്ക് 5.5 മണിക്കൂർ യാത്ര ചെയ്ത് 5.5-6 മണിക്കൂർ യാത്ര ഉണ്ട്. ആ യാത്ര ചെയ്തിട്ട് എന്നെ ആരും കൃപാസനത്തിലേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വിടില്ല. അതുകൊണ്ട് എൻ്റെ ഈ നീര് അമ്മ മാതാവ് തന്നെ മാറ്റി തരണം എന്ന് പറഞ്ഞു. ഡോക്ടറെ അടുത്ത് പോയി, വൈകുന്നേരം പോയി. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും എൻ്റെ നീര് എവിടെ പോയി എന്ന് അറിഞ്ഞൂടാ. പിന്നെ അതിന് ശേഷം എനിക്ക് എൻ്റെ കാലിൽ ഞാൻ ഇരുന്നാൽ പോലും നീര് വരുന്ന ഒരവസ്ഥയില്ല. അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഭയങ്കരമായിട്ട് നീരുണ്ടാവുമായിരുന്നു. പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. കാലിൻ്റെ നീരിന് ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എല്ലാവരും പറയും ചൂട് പിടിച്ചു കൊടുക്കുക, പിന്നെ ഓയിൻമെൻറ്റ് തേക്ക്, കാല് നീട്ടി വെച്ചിരിക്കും. ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ മരുന്നിനോട് കൂടുതൽ ഞാൻ അടുക്കുന്നില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പൈൽസിൻ്റെ അസുഖത്തിന് ഞാൻ ഉപ്പും തേനും കഴിക്കുകയും ചെയ്യും. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് എനിക്ക് അസുഖമുള്ളടത്ത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഒരു രക്തം പോവുകയോ അങ്ങനത്തെ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ അനാഥാലയത്തിൽ ഭക്ഷണം ഞങ്ങൾ 4-5 പേരുണ്ട്. 5 പേരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഉണ്ടാക്കി കൊടുക്കുന്നതുണ്ട്. പിന്നെ ഈ മെൻ്റലി സുഖമില്ലാത്ത ആൾക്കാർ താമസിക്കുന്നവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവും. അവർക്ക് ഭക്ഷണം അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വഴിയോരത്ത് ഞാൻ 10 പൊതി വീതം ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് പൊരി വെയിലത്ത് ഞാൻ കൊണ്ട് നടന്ന് ഞാൻ കൊടുക്കും. റെയിൽവേ സ്റ്റേഷനിലും കൊടുക്കും, റോഡ് അരികിലും കൊടുക്കും. പിന്നെ പത്രം കൊടുക്കാൻ പോകുന്നത് ഒരുപാട് ദൂരം ഞാൻ നടന്ന് എത്രയും പെട്ടെന്ന് തീർത്ത് എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ള ആവശ്യമല്ല എൻ്റെ അടുത്ത് ഉണ്ടായത്. ഞാൻ ഒരുപാട് 6 കിലോമീറ്ററോളം നടന്ന് എനിക്ക് തൃപ്തി വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. ആർക്കെങ്കിലും കൊടുത്ത് വേണോ വേണ്ട എന്നുള്ള മട്ടത്തിന് ഞാൻ കൊടുത്ത് പോകുന്നില്ല. എല്ലാവർക്കും അത് അവർ ഉപയോഗിക്കും, ഇതിനെപ്പറ്റി അവർ വിശ്വാസത്തിലാണ് എടുക്കുന്നതെന്നുള്ള ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നോട് ആരും അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന എനിക്ക് പിന്നെ പെട്ടെന്നൊരു ദിവസം വയറിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഒരു വേദന വന്നു. ആ വേദന ഞാൻ ശക്തമായിട്ട് ഒച്ചയിട്ട് കരഞ്ഞുപോയി. ആ വേദന എനിക്ക് ഒരു ദിവസം പകൽ ഫുള്ളുണ്ടായി. ഒരു 5-6 പ്രാവശ്യം അങ്ങനെ കത്തിയോണ്ട് കുത്തുന്ന മാതിരത്തെ ഭയങ്കര ഒരു വേദന. ആ വേദന വന്നപ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വേദന ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടറെ അടുത്ത് നാളെ പോയി കാണിക്കി, ഇവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ നാത്തൂനെ കൂട്ടി പോകാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടിപ്പോയി. അവിടുന്ന് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റോണുണ്ട്. പിന്നെ ബയോപ്സി ചെയ്യണം.
ചെറിയ കുമിളകൾ പോലെ കാണുന്നുണ്ട്, അതും ബയോപ്സി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു സ്റ്റോണിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ബയോപ്സിക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചു. അത് ചെയ്യാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല. അന്ന് പോയ സമയത്ത് എനിക്ക് ചെയ്യാൻ അത് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ആ സാധനം ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുമില്ല. ഡോക്ടറെ അടുത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുമില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ ടോക്കൺ എടുത്ത് ഇതുപോലെ ഉച്ചയ്ക്ക് ശേഷം ടോക്കൺ കിട്ടുമെന്ന് പറഞ്ഞു. അതുവരെ ഒരു വെള്ളവും കുടിക്കാതെ ഞാൻ അവിടെ അച്ഛൻ്റെ ടോക്കൺ കിട്ടുന്നത് വരെ ഞാൻ അവിടെ നിന്ന് അച്ഛനെ കണ്ടുപിടുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ തൈലം പൂശി എനിക്ക് തന്നു. അത് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ വയറിൽ ഞാൻ തേച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഇന്നേ വരെ ആ വേദനയോ അതിനെ പറ്റിയിട്ടൊരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മരുന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് 2-3 പ്രാവശ്യം സുഗന്ധാഭിഷേകം ഉണ്ടായി, മുല്ലപ്പൂവിൻ്റെ വാസന ഉണ്ടായി 2 പ്രാവശ്യം. പിന്നെ ഒരു പ്രാവശ്യം എന്ത് സ്മെല്ലാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് കാലിന് നീര് വരുന്നതിന് മുന്നെയാണ് അത് വീടിൻ്റെ അകത്ത് ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സ്മെല്ലോ ഒന്നുള്ള ഒരു സാധനം ഞാൻ റൂം മുഴുവൻ ഞാൻ തിരഞ്ഞ് നടക്കുക, എന്തെങ്കിലും ഇതുപോലത്തെ വാസന ഉണ്ടോ? ഇല്ല. എനിക്കൊരു ഏരിയ മാത്രമേ ആ വാസന ഉണ്ടായതുള്ളൂ. അത് ഒരുപാട് സമയം, ഒരു 5 മിനിറ്റിൽ കൂടുതലുണ്ടായി. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റോർ റൂമിലൊക്കെ പോയി ഞാൻ നോക്കി, സോപ്പാണോ ചന്ദനത്തിരിയാണോ അല്ലെങ്കിൽ വേറെ വല്ലതാണ്, ഒന്നുമില്ല. ഡോറും ജനലും ഒക്കെ അടച്ചിട്ട് കിടക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ആ സ്മെല്ലുണ്ടായി. അതിന് ശേഷമാണ് എനിക്ക് കാലിന് നീര് വന്നതും പിന്നെ അസുഖങ്ങളായതൊക്കെ. അപ്പോഴും ഞാൻ വിശ്വസിച്ചത് എന്താ, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കൊരു ആത്മധൈര്യം തന്നതാണ് ആ സ്മെല്ലിലൂടെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്നും ഞാൻ ഈ ഉടമ്പടിയിൽ നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കണം. എനിക്ക് അമ്മയുടെ അടുത്ത് വരാതെ ഇനി എൻ്റെ ഈ മരണം വരെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എത്ര അവശതയായാലും എനിക്കിവിടെ ട്രെയിൻ കയറി വന്ന് ഉടമ്പടി പുതുക്കാനായിട്ടുള്ള അവത് എനിക്ക് തരണേ മാതാവ് എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കടൽ തീരത്തൂടെ വരുമ്പോൾ ചെരുപ്പ് അയച്ചിട്ട് അച്ഛൻ പറഞ്ഞിരുന്നു. അത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. അപ്പം എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ്, പുറ്റി ഭയങ്കര വേദനയാണ്. അപ്പം മോളൊരു ചെരുപ്പ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട്. അത് എപ്പോഴും ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. കിടക്കുകയാണെങ്കിൽ ബെഡിനടുത്ത് ഊരി വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. എണീറ്റ് വരുമ്പോൾ അതിലേക്ക് കാല് വെച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നതും. അങ്ങനെ ഈ ജപമാല റാലി ചെരുപ്പ് ഊരി ബാഗിൽ വെച്ച് കയ്യിൽ പിടിച്ചിട്ട് നടന്നു. അങ്ങനെ ഇത് ബീച്ച് സൈഡ് കഴിഞ്ഞ് ഇങ്ങനെ റോഡിലേക്കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ചെരുപ്പിടാൻ പറ്റിയില്ല, തിരക്ക് കാരണം. അത് ചെരുപ്പിടാൻ കഴിഞ്ഞില്ല എനിക്ക്, തിരക്ക് കാരണം. അവിടുന്ന് മുതൽ ആ ബീച്ച് കഴിഞ്ഞത് മുതൽ ഞാൻ ചെരുപ്പിടാതെ അർത്തുങ്കൽ വരെ ഒരു വെള്ളം പോലും കുടിക്കാതെ ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നടന്നു. ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് ചെരുപ്പ് ഞാൻ പോകുമ്പോൾ ഞാൻ അഴിച്ചു വെച്ച ആ ഭാഗത്ത് തന്നെ കിടക്കുകയാണ് അകത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാഴ്ചയായില്ല, ഞാൻ പല കാരണം കൊണ്ട് എനിക്കത് മറന്നുപോയി ഇടാൻ. അപ്പോൾ ഈ കാലിൻ്റെ വേദന എനിക്ക് ഓർമ്മയില്ല. അപ്പോഴും ഞാൻ പറയുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവമേ ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ലല്ലോ, ചെരുപ്പ് ഞാൻ പോകുമ്പോൾ ജപമാല റാലിക്ക് പോകുമ്പോൾ ഞാൻ അഴിച്ചു വെച്ച ആ ഭാഗത്ത് തന്നെയല്ല, ഞാൻ ഒരാഴ്ചയായല്ലോ ചെരുപ്പ് ഇട്ടിട്ട്, എൻ്റെ കാലിന് വേദനയില്ലല്ലോ എന്നുള്ള അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അതിനുശേഷം എനിക്ക് ആ ചെരുപ്പ് അകത്തിട്ടുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല. അമ്മ പല അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഭക്ഷണം കൊണ്ടു കൊടുക്കും. പിന്നെ പൈസ എല്ലാവരും 4-5 പേരുണ്ട്, അവരെല്ലാവരും കൂടെ കൂടിയിട്ട് അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും, അവർക്ക് കുട്ടികൾക്കാണെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കാനും, പിന്നെ ഫ്രൂട്ട്സ് വേനൽക്കാലമാകുമ്പോൾ ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കാനും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നത് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള ശക്തി തരണമേ എന്നുള്ളതാണ്. അമ്മ മാതാവിനും ഈശോയും ഇന്നിവിടെ നിന്ന് എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചത് അമ്മ മാതാവിൻ്റെ കൃപ മാത്രമാണ്. ഈ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.